ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നിസ്സാരമായി ഒരു താമര രണ്ട് താമരയിൽ നിന്നാൽ പോരാ എന്നവർക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 40 വർഷത്തെ നിരന്തരമുള്ള സി പി എമ്മിൻ്റെ ഭരണത്തിൽ നിന്ന് അത് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിരുന്നില്ല. പക്ഷേ അത് സാധ്യമാക്കി. അപ്പോൾ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും പുറകിലാണ് സി പി ഐ നിൽക്കുന്നത്. അതാണ് സി പി ഐ ഇപ്പോൾ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തോക്കുന്ന സീറ്റുകളാണ് ഇവർ തരുന്നതെന്നും ഞങ്ങളെ ഇനിയും തോൽപ്പിക്കുമെന്നൊക്കെയുള്ള ഭയമാണ് അവരെ ഇത്രയും അജിറ്റേഷന് വളരെ സൗമ്യനായ ബിനോയ് വിശ്വത്തിനെ പോലും ഗർജിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതിൻ്റെ ഘടകം ഇതാണ്. 50,000-ൽ ഒരിടത്ത് ഒരു കരോളിനെതിരെ ആക്രമണം വന്നപ്പം ഇവിടുത്തെ ടി വിയും മാധ്യമങ്ങളും മുഴുവൻ അടിച്ചു കയറിയില്ലേ. ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം. അവിടെ എത്രയോ സ്ഥലത്ത് കരോളുകൾ നടന്നു കാണും. ഡൽഹിയിലൊക്കെ ഒരു സ്ട്രീറ്റ് മുഴുവൻ ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് അങ്ങ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. BJPയുടെ മിഷൻ 2026നോട് ഏറെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇത് എന്ന് ഇവരൊക്കെ പറയുകയാണ്. പരിശോധിക്കാൻ നമുക്കിതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വശങ്ങളും അതിൻ്റെ സാധ്യതകളും. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഈ കൂടിക്കാഴ്ച എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യത്തോടുകൂടി വിലയിരുത്തപ്പെടുന്നത്, അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നത്? കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനമുണ്ടായിരുന്നു. അതായത് VHPയും ബജ്രംഗ് ദളുമൊക്കെ തന്നെ വൈദികർക്ക് എതിരെ നടത്തിയ ആക്രമണം, പള്ളികൾക്കെതിരെ ആക്രമണം നടക്കുന്നു എന്നുള്ളൊരു വിമർശനം ഉയരുന്നുണ്ട്. ആദ്യം കന്യാസ്ത്രീമാരായിരുന്നു, ഇനി വൈദികരെ ആക്രമിച്ചിരിക്കുന്നു, പള്ളികളിലേക്കും ഈ ആക്രമണം നീങ്ങും എന്നും കാതോലിക്ക ബാവ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ആ ഒരു അഭിപ്രായത്തിൻ്റെ ഇത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയത്. ഈ ആശങ്ക പരിഹരിക്കുന്നതിനായി ആകില്ലേ ഈ ഒരു കൂടിക്കാഴ്ച, അതോ അതിനപ്പുറം ഒരു രാഷ്ട്രീയ മാനമുണ്ടോ ഇതിന്? ഇതിനകത്ത് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നിസ്സാരമായി ഒരു താമര രണ്ട് താമരയിൽ നിന്നാൽ പോരാ എന്നവർക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു താമരപ്പാടം തന്നെ ആക്കണം എന്നാണോ? അതെ, അതിനകത്ത് താമരപ്പാടമാക്കിയില്ലെങ്കിലും കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു വോട്ടും സീറ്റും ഇത്തവണ വന്നില്ലെങ്കിൽ അത് ഒരു കുറവായിട്ട് ഒരു പക്ഷേ ബി ജെ പിക്ക് വന്നേക്കാമെന്നവർക്ക് ഉള്ളിൽ ധാരണയുണ്ട്. ഓക്കെ, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബി ജെ പിയെ കുറിച്ചുള്ളൊരു ധാരണ ഇതൊരു സവർണ ഹിന്ദുക്കളുടെ പാർട്ടിയാണ് എന്നുള്ളതായിരുന്നു. ഓക്കെ, ആ ധാരണ കേരളത്തിലാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. കേരളത്തിൽ അതിന് തിരുത്തൽ വന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഒരു സാധാരണക്കാരൻ, പിന്നോക്കക്കാരൻ, ഒരു ഒ ബി സിക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നുള്ള ഒരു മാറ്റം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണത്തിലുണ്ടായ ചില നീക്കങ്ങൾ, അദ്ദേഹം പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ നൽകിയ പിന്തുണ, അവരിൽ പലരെയും ഉന്നത സ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നത്, അവർക്ക് പ്രോത്സാഹനം നൽകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കേരളത്തിലും അതിൻ്റേതായൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റമാണ് പല വിധത്തിലുള്ള അടിത്തട്ടിലുള്ള ചില മാറ്റങ്ങൾക്ക് കേരളത്തിൽ സഹായകമായത്. അല്ലെങ്കിൽ ബി ജെ പി ഇത്ര വോട്ടും സീറ്റും ഒന്നും പിടിക്കുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. അതെ, ഇതിൻ്റെ പ്രതിഫലനം ആയിട്ടാണ് നായർ മുതൽ നായാടി വരെ എന്ന് പറഞ്ഞ ഒരു സ്ലോഗനും ആദ്യം വന്നു. അവരെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു കാര്യം. അത് BDJS ഉൾപ്പെടെയുള്ളവർ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നായർ മുതൽ നസ്രാണി വരെ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരെ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം, ബി ജെ പി 2014 ഇങ്ങനെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ 2016 ഇവിടെ ആദ്യം ഒരു താമര വിരിഞ്ഞു. അത് നേമത്ത്. അതെ, 2020 പാലക്കാട് ഒരു നഗരസഭ രണ്ടാമത് പിടിച്ചു. 2024 ഒരു അസംബ്ലി, ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി അവരുടെ കൈവശമായി, തൃശ്ശൂർ. 2025 ഒരു നഗരസഭയും ഇത്തരത്തിൽ
പിടിച്ചു, അത് തിരുവനന്തപുരം. അതെ, തിരുവനന്തപുരം കോർപ്പറേഷൻ 4.5 പതിറ്റാണ്ടിന് ശേഷം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുന്ന ഒരു വലിയൊരു നേട്ടമാണ്. വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കും എന്നാൽ ഭൂരിപക്ഷം കിട്ടിയോ, ഇനി ഒരു സീറ്റും കൂടെ അവിടെ ബാക്കിയില്ലെന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ അതല്ല, അവിടെ ഈ പറഞ്ഞ പോലെ 40 വർഷത്തെ നിരന്തരമുള്ള CPM-ൻ്റെ ഭരണത്തിൽ നിന്ന് അത് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിരുന്നില്ല. പക്ഷേ അത് സാധ്യമാക്കി. അപ്പോൾ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു. അത് മാത്രമല്ല, ഈ തദ്ദേശഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പലയിടത്തും BJP ഒരുപാട് ഒരുപാട് വോട്ടുകൾ നേടിയിട്ടുണ്ട്. സീറ്റുകൾ അങ്ങനെ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വോട്ട് ഷെയറിൽ ചില സ്ഥലങ്ങളിൽ പുറകോട്ട് പോയതുകൊണ്ട് ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഓരോ മണ്ഡലത്തിലും സീറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അതെ, അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏകദേശം 9ഓളം മണ്ഡലങ്ങളിൽ 40,000-നും 45,000-നും വോട്ട്. അതിൽ നേമത്തൊക്കെ 49,000-ആണ്, അല്ലാതെ ഉള്ളതുണ്ട്. അപ്പോൾ 9 മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ്. അപ്പോൾ ഈ 9 മണ്ഡലങ്ങൾ അവരുടെ ആ ഒരു ആർക്കിനുള്ളിലാണ് അല്ലേ, അവരുടെ ആ ഒരു ശക്തി കേന്ദ്രമായി തീർച്ചയായിട്ടും അവർക്ക് വേണമെന്ന് വിചാരിച്ചാൽ അതിനകത്ത് താമര വിരിയിക്കാൻ കഴിയുന്നവയാണ്. അതിൽ 3 ഇപ്പം തന്നെ ലീഡിലാണ്. ഇപ്പം നേമമായാലും കഴക്കൂട്ടമായാലും വട്ടിയൂർക്കാവൊക്കെ ആ ഒരു ലീഡിൽ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആ 9 എന്ന് പറയുന്നത് നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മലമ്പുഴ, ഏലത്തൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം, അരൂർ. ഇത്രയും സ്ഥലങ്ങളിൽ 40,000-നും 45,000-നും ഇടയ്ക്ക് വരുന്ന വോട്ട് അവർ നേടിയിട്ടുണ്ട്. 9 സ്ഥലങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത് 12 മണ്ഡലങ്ങൾ വീണ്ടും 35,000-നും 40,000-നും ഇടയ്ക്ക് വരുന്നതാണ്. ഇത് കേരളത്തിലാണ്, ആലോചിക്കണം നമ്മൾ. കേരളത്തിൽ 35,000-നും 40,000-നും വരുന്ന 12 മണ്ഡലങ്ങൾ, അതായത് കോവളം, വട്ടിയൂർക്കാവ്, പാറശാല, മലയൻകീഴ്, ചിറയൻകീഴ്, കൊട്ടാരക്കര, പുതുക്കാട്, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, നാട്ടിക, ഒറ്റപ്പാലം, പാലക്കാട്, മാവേലിക്കര. ഓക്കെ, ഇത്തരത്തിൽ 12ഓളം മണ്ഡലങ്ങൾ വീണ്ടും വരികയാണ്. അപ്പോൾ 21 മണ്ഡലങ്ങൾ ഉണ്ട് അവർക്ക് ഇപ്പോൾ തന്നെ. 35,000-ന് മുകളിൽ. ഇനി 30-നും 35,000-നും വരുന്നത് വീണ്ടും 13 ഉണ്ട്. ഓക്കെ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കുളത്തൂർ, ആറന്മുള, കരുനാഗപ്പള്ളി, കുണ്ട്ര, മണലൂർ, ചേലക്കര, വടക്കാഞ്ചേരി, ഷൊർണൂർ, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത്, നെന്മാറ. ഇത്രയും വരുമ്പോൾ, അതായത് 9, 12, 13, ഇത്രയും വരുമ്പോൾ 34 മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ് BJPക്ക്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ്. അതായത് ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ 9 സ്ഥലത്ത് അവർക്ക് വേണമെങ്കിൽ ജയിക്കാം. അത് സൂപ്പർ എ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീടുള്ള 13 സ്ഥലത്ത് 12 സ്ഥലത്ത് ജയം അരികിലാണ്. ബാക്കിയുള്ള 13 സ്ഥലം അല്ലേ, 13 സ്ഥലത്ത് അവർക്ക് ആര് ജയിക്കണം, ആര് തോൽക്കണമെന്ന് അവർ കൃത്യമായി പറയാൻ സാധിക്കും. ആര് തോൽക്കണമെന്ന് മാത്രമല്ല, അവർക്ക് വേണമെങ്കിൽ മറ്റു പലരുടെയും ശക്തിയോ അടിയൊഴുക്കോ ഉണ്ടെങ്കിൽ അവിടെയും അവർക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട ത്രികോണ മത്സരമാണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ 34 മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ്. BJPക്ക് എപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നേമത്ത് 16-ൽ കിട്ടി 19-ൽ പോയില്ലേന്ന് ചോദിക്കും. കാരണമുണ്ട്. 19-ൽ അടിയൊഴുക്കുകൾ നടന്ന് കുറേ വോട്ടുകൾ മറിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന് നമുക്കറിയാം. കാരണം 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 16-ൽ നിന്ന് വ്യത്യസ്തമായിട്ട് എവിടെയാണോ മുസ്ലിം പ്രോമിനൻസ് വരുന്ന ആ സ്ഥലങ്ങളിൽ വൻതോതിൽ അതുവരെ ലീഡ് ചെയ്തിരുന്ന 5,000 വോട്ടിന് വരെ നേടിയിരുന്ന BJP സ്ഥാനാർത്ഥി പിന്നെ കുറേശ്ശെയായിട്ട് പുറകോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. 10,000, 5,000 വരെ ലീഡ് ചെയ്തിരുന്നത് പിന്നെ പുറകോട്ടാണ് പോകുന്നത്. അത് ആ 1-2 വാർഡുകൾ എടുത്തപ്പോൾ തന്നെ വ്യത്യാസമാണ്. 2-3 വാർഡുകളിൽ ആ ഫോക്കസ് വന്നപ്പോൾ തന്നെ അതൊരു ഡെമോഗ്രാഫിക് ചേഞ്ചിൻ്റെ ഒരു സാധനമാണ്. അത് ആ വിധത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അടിയൊഴുക്കുകൾ വേറെ ചിലതും വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ചില കളികൾ വന്നാലും നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹിന്ദു വോട്ടുകൾ മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇവിടെ വന്നാൽ ചില അടിയൊഴുക്കുകൾ ഉണ്ടായാൽ പോലും ആ അടിയൊഴുക്കിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത്തവണ അടിയൊഴുക്കിന് വലിയ സാധ്യതയില്ല. കാരണം എല്ലാവരും കട്ടയ്ക്കുള്ള മത്സരമാണ്. ആരടിയൊഴുക്കിന് പോയി അപ്പുറത്ത് മറിക്കുന്നോ അവൻ തോറ്റു. ആ അവസ്ഥ ഇപ്പം തദ്ദേശ ഭരണത്തിൽ നടന്ന അതേപോലത്തെ സിറ്റുവേഷൻ ഇപ്പം നമ്മുടെ നിയമസഭാ ഇലക്ഷനും വരാൻ പോവുകയാണ്. അതായത് ഞാൻ ചോദിച്ചോട്ടെ, ഈ അടിയൊഴുക്കിന് ശ്രമിച്ചാൽ തിരിച്ചടി കിട്ടും എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇടത് വലത് LDF UDF മുന്നണികളെ കുറിച്ചാണ് പറഞ്ഞത്. മുന്നണികളെക്കുറിച്ചാണ്. കാരണം എന്ന് അറിയാമോ, അവരെങ്ങനെയെങ്കിലും 2,000-3,000 വോട്ട് മറിച്ചാൽ ചിലപ്പോൾ അവിടെ അവർ ഭരണത്തിൽ വരാതിരിക്കാൻ അത് കാരണമാവും. ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ കേരളത്തിൽ നമ്മൾ ഇപ്പോഴത്തെ തദ്ദേശ ഭരണത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 80 അല്ലെങ്കിൽ 85 വരെ
അതെ കോൺഗ്രസിന് ലീഡുണ്ടെന്നാണ് പറയുന്നത്. അതെ പറയുന്നതല്ല, അതുകൊണ്ട് 86 എന്നൊക്കെയാണ് പറയുന്നത്. 80 കൂട്ട് 80 കൂട്ടം 80 സേഫായിട്ട് നമുക്ക് കൂട്ടാം. ഈ 80-ൽ അത് 100-ആക്കാനാണ് വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം 45 സീറ്റുകളിൽ അവർക്ക് വളരെ നല്ല മെജോറിറ്റിയോടുകൂടി നിൽക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുണ്ട്. 45 സീറ്റുകൾ, ഏതാണ്ട് 15 സീറ്റിൽ വെറും 167 വോട്ട് മുതൽ 1000 വോട്ട് വരെ വരുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ അവർക്ക് വിജയിക്കാൻ അല്പം ശ്രദ്ധ മതി. ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ CPM-നെ പോലെ മിടുക്കന്മാർ വേറെയില്ല. ഈ വോട്ട് മറിക്കുന്നതിനും തിരിക്കുന്നതിനുമൊക്കെ അവർക്കുള്ള ചില നയതന്ത്രങ്ങൾ എടുത്താൽ ഇവിടെ അവർക്ക് ഇതേ പാറ്റേണിൽ പോവുകയാണെങ്കിൽ, പക്ഷേ അത് പോവില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനി അയ്യപ്പൻ്റെ കാര്യങ്ങളും മറ്റതൊക്കെ ഇനി എങ്ങനെയാണ് വന്നു ഭവിക്കുന്നത്, ഓരോ മാറ്റങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരെ എന്തും മാറി മറിയാം. പക്ഷേ ഇപ്പോഴത്തെ നില വെച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ നില വെച്ചാണെങ്കിൽ ഈ 45+ ഒരു 15 മണ്ഡലങ്ങളിൽ അവർക്ക് മേൽക്കോയ്മ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവർ BDS ഉൾപ്പെടെയുള്ളതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് അതൊക്കെ കവർ ചെയ്യാമെന്നൊക്കെ ആലോചിക്കുന്നത്. ഓക്കെ. പക്ഷേ ഈ നിലവിൽ കൂടെ നിൽക്കുന്നവർ അതിനനുവദിക്കുമോ എന്നുള്ള ഒരു വലിയ അതൊരു പ്രശ്നമാണ്. കാരണം CPI എന്താ ഇത്ര ബഹളം വയ്ക്കുന്നത്? CPIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ഇടതുമുന്നണിയിൽ രണ്ടാമത് എന്ന് പറയാമെങ്കിലും അവർ രാഷ്ട്രീയ പാർട്ടികളുടെ ഇതിൽ 5ാമതായി പോയിരിക്കുന്നു. ഏതാണ്ട് 5 പോയിൻറ്റ് സംതിങ് ആണ് അവരുടെ ഇപ്പോൾ പെർസെൻറ്റേജ്, വോട്ടിംഗ് പെർസെൻറ്റേജ്. അതെ. അപ്പോൾ അവർ കോൺഗ്രസിന് പുറകിൽ, CPM-ന് പുറകിൽ, BJPക്ക് പുറകിൽ, മുസ്ലിം ലീഗിനും പുറകിലായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പം മുസ്ലിം ലീഗിൻ്റെയും പുറകിലാണ് CPI നിൽക്കുന്നത്. അതാണ് CPI ഇപ്പോൾ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തോക്കുന്ന സീറ്റുകളാണ് ഇവർ തരുന്നതെന്നും ഞങ്ങളെ ഇനിയും തോൽപ്പിക്കുമെന്നൊക്കെയുള്ള ഭയമാണ് അവരെ ഇത്രയും അജിറ്റേഷന്, വളരെ സൗമ്യനായ ബിനോയ് വിശ്വത്തിനെ പോലും ഗർജിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതിൻ്റെ ഘടകം ഇതാണ്. ഇനി എങ്ങാനും VDJS അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് LDFിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ CPIയുടെ ജയസാധ്യതയെ അത് ബാധിച്ചേക്കാമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണ്ടർ കറണ്ടുകൾ നടക്കുകയാണെങ്കിൽ ഇലക്ഷനിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചില നീക്കുപോക്കുകളൊക്കെ പലയിടത്തും നടന്നിരിക്കും. കാരണം ഇത് വളരെ ത്രാസിൽ നീങ്ങുകയാണ്. ഇപ്പം 60 എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് 10 സീറ്റും കൂടെ കിട്ടിയ 70 LDFന്. ഇതുപോലെ 10 സീറ്റ് 80-ൽ നിൽക്കുന്നത് 70 ആകാനും വലിയ വിഷമമില്ല. അതെ, ഇത് 10 സീറ്റിലോ 15 സീറ്റിലോ നടക്കുന്ന അവസാന നിമിഷത്തെ കളി കൊണ്ട് വളരെ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ഇത് ഭംഗിയായിട്ട് കളിക്കാൻ LDFന് അറിയാം, CPM-ന് അറിയാം. CPM-നാണ് മെയിൻ. CPM ഇത് ഇങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുന്ന, അവർ ഗുണിച്ചെടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കണക്ക് കൂട്ടലുകൾ, കിഴിക്കലുകൾ, കൂട്ടലുകൾ, ഗുണിക്കലുകളുമായിട്ടൊക്കെ തന്നെ പോകുന്നതിനിടയിലാണ് CPIയുടെ ഭാഗത്ത് നിന്ന് 2 അടി. ഇപ്പോൾ ഇത് 2ാമത്തെ അടിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ അടി അവർ അജിറ്റേറ്റഡ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ യോജിപ്പിന് ശേഷം അവർക്ക് വന്നിരിക്കുന്ന അധോഗതിയാണ് അവരെ സൂചിപ്പിക്കുന്നത്. അവർ 1979 ഇങ്ങനെ വന്ന് യോജിച്ചു, LDF എന്നുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് വന്നെങ്കിലും അവർക്ക് അതിനുശേഷം പലപ്പോഴും അവരുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ, ഭരണത്തിലിരുന്നിട്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, കുറേശ്ശെ ചോർന്നു പോകുന്നു എന്നുള്ളത് അവർക്ക് ഇപ്പോൾ ഭയമായിരിക്കുന്നു. അപ്പോൾ ആ പിടിച്ചു നിൽക്കാനുള്ള ശ്രമവും കൂടിയാണ് ഈ ഗർജനങ്ങളെല്ലാം. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഇത് എത്രത്തോളം ബുദ്ധിപരമാണ്, രാഷ്ട്രീയമായി എത്രത്തോളം തന്ത്രപരമാണ് അവരുടെ ഈ തർക്കങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവസാന നിമിഷത്തിലേത് ഭയങ്കര ദോഷം ചെയ്യും. PM ശ്രീയുടെ വിഷയത്തിൽ പ്രധാനമായിട്ട് CPI നടത്തിയ ബഹളങ്ങളാണ് മുസ്ലിങ്ങളെ പൊതുവെ ഈ LDFിൽ നിന്ന് അകറ്റിയത് എന്നുള്ളത് സത്യമാണ്. കാരണം അവർക്ക് VD സതീശൻ പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ ലീഗ് പറയുന്നതിനേക്കാൾ പൂർണ്ണമായും വിശ്വാസമായത് CPI പറഞ്ഞപ്പോഴാണ്. അതെ, ഇവിടെ ഒരു അവിഹിത ബാന്ധവം ഉണ്ട്. BJPയും CPM-ഉം തമ്മിൽ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ, അല്ലെങ്കിൽ പിണറായിയും നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവമുണ്ട് എന്നുള്ളത് അരക്കെട്ടുറപ്പിക്കാൻ മുസ്ലിങ്ങൾക്ക് സഹായകരമായത് CPIയുടെ PMC വിവാദമാണ്. ഒരാഴ്ച നീണ്ടുനിന്ന നിരന്തരം ചാനലുകളിൽ അടിച്ച് കസറിയ ഒരു വിവാദമുണ്ടല്ലോ. അവസാനം മുഖ്യമന്ത്രി വന്ന് ബിനോയ് വിശ്വത്തിൻ്റെ കാൽക്കൽ വീഴുന്ന പോലെ വന്ന് പറയേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ്. ഇതുവരെ അത്തരത്തിലൊരു നടപടി പിണറായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് ഇഗ്നോർ ചെയ്യുമെന്നാണ് പലരും വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം എൻ്റെ സിറ്റുവേഷൻ്റെ സീരിയസ്നെസ് മനസ്സിലായിക്കൊണ്ട്
അത് അവിടെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായി. ആ സാഹചര്യം ശരിക്കും പറഞ്ഞാൽ അത് LDFന് UDFന് ഗുണമായിട്ട് വന്നു. അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു ആ ഒരു വളരെ തൊട്ട് മുമ്പായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അത് വളരെ ബാധിക്കുകയും അത് ബാധിക്കുകയും ചെയ്തു. അത് ബാധിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഒരു കോട്ടം തട്ടാതിരിക്കാനായിരിക്കും ഇതെല്ലാം കൂടി ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ പടലിയിലേക്ക് CPI ചാർത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ പ്രശ്നങ്ങൾ അവിടെ സംസാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും നടന്നിരിക്കാം. പക്ഷെ ആ പ്രശ്നങ്ങളെ കൂടെ വളരെ വലുതാക്കിക്കൊണ്ട് ചിത്രീകരിക്കാനും കൂടെ പർവ്വതീകരിക്കാനും കൂടെ ഈ സന്ദർഭം വന്നിട്ടുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ LDFനുള്ളിൽ ഇങ്ങനൊരു സാഹചര്യം, അതായത് CPIയുടെ ആശങ്കയും അത്തരത്തിലുള്ള നിലവിളികളും ഒക്കെ ഉയരുന്നുണ്ട്. അതായത് അവർ ശക്തമായി എനിക്ക് ആ ഒരു വിശ്വാസത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതായത് CPI നിലവെള്ളം ചവിട്ടി നിൽക്കുകയാണ്, ഒരു പിടിവള്ളിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി PM ശ്രീയിൽ ആഞ്ഞടിച്ചത്. പക്ഷേ ആ ആഞ്ഞടിച്ചതിൻ്റെ തിക്ത ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ ഭാരം വെള്ളാപ്പള്ളിയുടെ തലയിലേക്ക് വെക്കാൻ ശ്രമിക്കും. ഇത് ഒരു വശത്ത്, ഇത് LDFനുള്ളിൽ ഒരു ഭാഗം. നേരെ മറിച്ച് അപ്പുറത്തേക്ക് പോകുമ്പോൾ ലീഗിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പം ഓക്കെ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലിടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇതിനകത്ത് വേറൊരു കളിയും കൂടെ ഉണ്ട്. അതായത് LDFനകത്ത് ഒരു ധാരണയുണ്ട്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കിട്ടുന്ന അത്രയും പ്രാധാന്യം അരിവാൾ നെൽക്കതിരിലേക്ക് വോട്ട് വരാൻ കിട്ടുന്നില്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യം പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യം പലയിടത്തും വരുന്നതുകൊണ്ടാണ് ഈ CPI സ്ഥാനാർത്ഥികൾ തോൽക്കുന്നതെന്നാണ് CPM സ്ഥാനാർത്ഥികൾ പറയുന്നത്, CPM അണികളും പ്രവർത്തകരും പറയുന്നത്. അപ്പം അതും CPMനൊരു ബാധ്യതയാണ്. ഇതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ അജണ്ടയിൽ ആയേക്കുമോ എന്നുള്ളത് CPIക്ക് ഒരു ഭയമുണ്ട്, സീറ്റുകളുടെ എണ്ണത്തിൽ. അല്ല, ഇപ്പോൾ തന്നെ പലരും ചോദിക്കുന്നുണ്ട് CPIക്ക് എത്ര സീറ്റിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റും, സ്വന്തം കരുത്ത് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റും ചോദിക്കുന്നുണ്ട്. പ്രശ്നമേ ഇല്ല. പണ്ട് 60കളിലെങ്ങാണ്ട് 2-3 സീറ്റിൽ ജയിച്ചതൊഴിച്ചാൽ 3 സീറ്റിലെങ്ങാണ്ട് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇതത് സാധ്യമല്ല. സ്പ്ലിറ്റ് ആയതിനു ശേഷം അവരൊരു പരീക്ഷണം നടത്തിയതാണ്. 64 സ്പ്ലിറ്റിന് ശേഷം ഒരു തവണ നോക്കി 3 സീറ്റ് മറ്റേ കിട്ടിയുള്ളൂ 140-ൽ. 140 120 അങ്ങാണ്ടാണ്. ഓക്കെ, അപ്പം എന്തായാലും അതാണ് CPIയുടെ അവസ്ഥ. എനിക്ക് തോന്നുന്നു ഈ ഒരു CPIയുടെ ഇപ്പോഴത്തെ ആ ഒരു ബഹളത്തിന് കാരണമായി ചില സൂചനകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ VDJSനെ ചിലപ്പോൾ CPM LDFൽ ഒപ്പം കൂട്ടിയേക്കും എന്ന ഒരു സൂചന പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇപ്പോഴത്തെ ഈ ബഹളം? തീർച്ചയായിട്ടും. കാരണം അവരുടെ സ്ഥാനം വീണ്ടും താഴേക്ക് പോകുന്ന അവിടെ ഭയം. UDFനകത്ത് വേറൊരു ഭയം, ഇനി വീണ്ടും വോട്ടുകളിൽ തിരിമറികൾ നടക്കുമോ, മാറ്റങ്ങൾ നടത്തുമോ, അണികൾ ചോർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവുമോ, ഇഴവ വോട്ടുകൾ എങ്ങനെ പോകും, ഇതൊക്കെ ഉണ്ട്. ഈ വക സിദ്ധാന്തങ്ങൾ അവിടെയും നടക്കുന്നുണ്ട്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ട് നിൽക്കുന്നത് കോൺഗ്രസും ലീഗുമാണ്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ലീഗാണ് ഈ മുഴുവൻ കാര്യങ്ങളും വിജയിപ്പിച്ച് ഇത്തവണ തദ്ദേശ സ്വയംഭരണങ്ങളിൽ കൊണ്ടുവന്നതിൻ്റെ ശക്തി. ലീഗിൻ്റെ കാൽക്കുലേഷനും ലീഗിൻ്റെ, അതായത് 30% മുസ്ലിം വോട്ടുണ്ടെങ്കിൽ 30%വും UDFൻ്റെ പെട്ടിയിൽ വീഴണമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ 30% വീണിട്ടുണ്ടാവില്ല, തീർച്ചയായിട്ടും കുറേ വോട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ടാവും. എന്നാലും ഏതാണ്ടൊരു 90% എന്ന് വേണമെങ്കിൽ പറയാം. ആ വിധത്തിൽ അവർ സ്കോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ കോട്ടം വരാത്ത വിധത്തിൽ അവരിത് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതവരുടെ ഒരു വലിയ വിജയം. പ്രത്യേകിച്ച് മലപ്പുറം മുതൽ വയനാട് ഇങ്ങോട്ട് വരുന്ന മണ്ഡലങ്ങളിൽ, എറണാകുളമായാലും ഇടുക്കിയായാലും പത്തനംതിട്ടയായാലും ഒക്കെ ഉണ്ടായ വിജയത്തിൻ്റെ പിന്നിൽ ആ ഒരു ന്യൂനപക്ഷ കോൺസെൻട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക്, അതിൽ പ്രത്യേകിച്ച് മുസ്ലിമിൻ്റെ റോൾ വളരെ പ്രധാനമാണ്. അതിനിടയിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ, അതായത് UDFന് നേട്ടമുണ്ടാകുന്നു. അതിനുശേഷമാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, അതായത് VDJS LDFിലേക്ക് വന്നേക്കുമോ എന്നുള്ള ചർച്ചകൾക്ക് കരുത്ത് വന്നത്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ LDFൽ CPI ആശങ്കപ്പെടുന്നത് പോലെ തന്നെ UDFൽ ലീഗും ആശങ്കപ്പെടുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. ഭയങ്കരമായ ആശങ്കയുണ്ട്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഭരണം പിടിച്ചില്ലെങ്കിൽ അവരുടെ പ്രതിസന്ധി ചില്ലറയൊന്നും ആയിരിക്കില്ല. ഓക്കെ, ഇത്തവണ അവർക്ക് അങ്ങനെ നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു പക്ഷേ പല വിധത്തിലായി ഛിന്നഭിന്നമായി പോകുമോ എന്നൊരു, അത് തീവ്രവാദമായ ചില ഗ്രൂപ്പുകളുണ്ട്, അവരുടെ ഭാഗത്തേക്ക് കുറേ പേര് പോകാം. ഇപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് നിൽക്കുന്നത് ഇല്ല, നമുക്കിവിടെ സുരക്ഷിതമായിട്ട് നമുക്ക് ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു മുദ്രാവാക്യത്തിൻ്റെ പുറത്താണ്. അല്ലെങ്കിൽ ഇതിൽ ചിലർ വളരെ റാഡിക്കലായിട്ട് ചിന്തിക്കുന്നവർ വന്നേക്കാം എന്നൊക്കെയുള്ള നീക്കങ്ങളും അവർക്കും സംശയമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭരണമല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇത് കപ്പിനും ചുണ്ടനും ഇടയിൽ എന്ന് പറഞ്ഞ പോലെ നിൽക്കുകയാണ്. ഇത് എണ്ണം കൂട്ടുന്നതല്ലാതെ കുറയ്ക്കുന്ന കാര്യത്തിലേക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിലേക്ക് പോകുന്നു. അവിടെ ഈ 34 മണ്ഡലങ്ങൾ
ഓക്കെ. വളരെ നിർണായകമാകും നിർണായകമാകും എന്നുള്ളതാണ്. ഓക്കെ. അവിടെയാണ് ഈ BDJs അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു ഫാക്ടർ വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ. അതായത് 60ഉം 80ഉം ഉം. എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഉം. ഒന്നാലോചിച്ച് നോക്കുക, LDF 60, കോൺഗ്രസ് 80-ൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് 140-ൽ നിൽക്കുന്നതെങ്കിൽ ഈ 34 അതിൻ്റെ ഇടയിൽ കിടക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു താമരയില്ല, 0 താമരയാണ്. പക്ഷേ 34 മണ്ഡലങ്ങളിൽ അവർക്ക് എത്ര താമര വിരിയിക്കാൻ കഴിയും അതെ എന്നുള്ളതൊരു പ്രധാന ഡിസിഷൻ ഫാക്ടറായിട്ട് വരികയാണ്. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ, ഈ 34 മണ്ഡലങ്ങളിലെ മത്സരത്തിൽ LDF ആണോ UDF ആണോ അവർ പിടിക്കുന്നത് കഴിച്ച് ബാക്കി സീറ്റുകൾ പിടിക്കുന്നത്, ഇതൊരു പ്രശ്നമാണ്. അവർക്ക് 1 കിട്ടുമോ 2 കിട്ടുമോ 3 കിട്ടുമോ 5 കിട്ടുമോ 10 കിട്ടുമോ 15 കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് എത്രത്തോളം അവർക്ക് പോകാൻ കഴിയും 34-ൽ? അത് കഴിച്ചിട്ട് ബാക്കി വരുന്ന സീറ്റുകളിൽ ആര് പിടിക്കും? ഓക്കെ. അത് LDF ആണോ UDF ആണോ? ഈ ത്രികോണ മത്സരം നടക്കുന്നിടത്ത്. ഓക്കെ. ഈ 34-ൽ 9 നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ സൂപ്പർ A ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ പറയാം, BJPക്ക് പറയാം. അവിടെയും അടിയൊഴുക്കുകൾ ഇത്തവണ വരാൻ ചാൻസ് കാണില്ലെന്ന് തോന്നുന്നു. അടിയൊഴുക്ക് വന്നാൽ ചിലപ്പോൾ മറ്റേ ആൾ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സന്ദർഭം ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അടിയൊഴുക്കുകൾ ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ ഈ കമ്മ്യൂണലായിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നാൽ അതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ചില മണ്ഡലങ്ങളിൽ ചിലതല്ല, ഏതാണ്ട് 1 ഡസൻ അടുപ്പിച്ച് മണ്ഡലങ്ങളിൽ, ഈ പറഞ്ഞ 34-ൽ 1 ഡസൻ മണ്ഡലങ്ങളിലെങ്കിലും ഒരു 1000-2000 ക്രിസ്ത്യൻ വോട്ടുകൾ എങ്കിലും ലഭിച്ചില്ലെങ്കിൽ അത് വലിയ കുറവാകും. അപ്പോൾ അവിടെ സഭകൾ പറയുന്ന വാക്കിന് വിലയുണ്ടാകും. ഈ 12 മണ്ഡലങ്ങൾ വലിയ വിലയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ മാനങ്ങളുണ്ട് എന്ന് പറയാം. കേരളത്തിൻ്റെ ഭരണം നിശ്ചയിക്കുന്നതിൽ ഇത് വളരെ നിർണായകമായി വന്നേക്കാം. ഓക്കെ. ക്രിസ്ത്യൻ മിഷണറിമാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലതിൽ വളരെ നിർണായകമായി വന്നേക്കാം. അതാണ് ഈ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെയാണ് പറഞ്ഞത്, ഈ ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞത് വളരെ വ്യക്തമായി തന്നെയാണ്. ബജറംഗ് ദളിനെയും VHPയെയും വളരെ ശക്തമായി ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഒരു ഹീറ്റ് തണുപ്പിക്കേണ്ടത് ഈ സാഹചര്യത്തിൻ്റെ ആവശ്യമാണ്. അതെ, അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇവിടുത്തെ ബിഷപ്പുമാർക്കൊക്കെ അറിയാം. അത് ബോംബെയിലെ ബിഷപ്പും കാര്യങ്ങളും അവരൊക്കെ കർദിനാളും ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കളി വേറൊന്നാണ്. ഇവിടുത്തെ സാഹചര്യമല്ല അവിടുത്തെ സാഹചര്യം. ഇവാഞ്ചലിസ്റ്റുകളുടെ നീക്കമല്ല കേരളത്തിലെ ക്രിസ്ത്യൻ നീക്കം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, AD 52 മുതൽ ഇവിടെ ക്രിസ്ത്യാനിറ്റി വളർന്നു വന്ന ഒരു ബേസ്, ഇവിടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സാഹചര്യം, കേരളത്തിലെ സ്കൂളുകളുടെ വിദ്യാഭ്യാസം. ഈ പള്ളിക്കൂടം എന്നുള്ള വാക്ക് എങ്ങനെയുണ്ടായ? പള്ളിയോട് ചേർന്ന, പള്ളിയുടെ ആരൂഢത്തോട് ചേർന്നുണ്ടായ സ്കൂളുകളാണ്. അതാണ് ഈ പള്ളിക്കൂടം എന്ന വാക്ക് വന്നത്. വേറെ ഒരിടത്തും ഇതില്ല. തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിലുണ്ട്. വേറെ ഒരിടത്തും പള്ളിക്കൂടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏത് ട്രാൻസ്ലേഷൻ വന്നാലും അത് കേരളത്തിലും കുറച്ച് തമിഴ്നാടിൻ്റെ ബോർഡറിലേ ഉള്ളൂ. കാരണം പള്ളികളോട് ചേർന്നാണ് മിക്ക സ്കൂളുകളും അന്ന് വന്നത്. വിദ്യാഭ്യാസത്തിന് അവർ ക്രിസ്ത്യാനിയെ മാത്രമല്ല നോക്കിയത്, ഹിന്ദുവിനെ മുസ്ലിമിനെ എല്ലാത്തിനെയും അവർ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ ആരോഗ്യരംഗത്ത് അവരുടെ ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങൾ, ചെറിയ ക്ലിനിക്കുകൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ അവർ കേരളത്തിൻ്റെ ആരോഗ്യ ശുശ്രൂഷ പരിപാലനത്തിൽ വലിയ നിർണായകമായ ശക്തിയുണ്ട്. ഇതൊക്കെ കുറച്ച് മാർക്സിസ്റ്റുകാർ അടിച്ചു മാറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ നേട്ടം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത ആ ഒരു ബേസ്, വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യപരിപാലന രംഗത്തുമൊക്കെ ചെയ്ത ബേസ് ഭയങ്കരമാണ്. അത് ഇവിടുത്തെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവർ മതിക്കുന്നത്. അതാണ് ഈ മതേതരത്വത്തിൻ്റെ ഒരു പ്രധാന കാരണം. വെറുതെ അല്ല മതേതരത്വം വന്നത്. കാരണം ഇവിടുത്തെ രാജാക്കന്മാർ അവർക്ക് പള്ളിയും മറ്റ് സൗകര്യങ്ങളും സ്ഥലവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിൻ്റെ സ്ഥലങ്ങൾ പോലും പലതും പള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ആർക്കും ഇവിടെ തർക്കമൊന്നുമില്ലായിരുന്നു. എല്ലാം വളരെ രമ്യതയോടു കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഹാർമണി ആ തരത്തിലുണ്ട്. ആ ഹാർമണി തകരാതിരിക്കാൻ സഭയും BJPയും ഒക്കെ ശ്രമിച്ചാൽ അത് കൂടുതൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വേറെ വിധത്തിലേക്ക് ഇത് മാറിപ്പോകും. അതെ, BJP സംബന്ധിച്ചിടത്തോളം അവർ ABC പ്ലാനുകളുണ്ട്. മനസ്സിലായില്ലേ? എന്തും അവർക്ക് ചില തന്ത്രങ്ങളുണ്ട്. ഇപ്പം ബംഗാൾ പിടിക്കുന്നതിന് അവർക്കൊരു തന്ത്രമുണ്ട്, ബീഹാർ പിടിക്കുന്നതിന് അവർക്കൊരു തന്ത്രമുണ്ട്, വേണ്ടി വന്നാൽ കേരളം പിടിക്കുന്നതിനും കാശ്മീർ പിടിക്കുന്നതിനും ഒരു തന്ത്രങ്ങളുണ്ട്. ഇപ്പം ഇവിടെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിനൊന്നും ആർക്കും വിഷമമൊന്നുമില്ല. ഇതിപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത് അറിയാം, ഇവിടെ ജാതി അടിസ്ഥാനത്തിൽ വോട്ട് ഷെയർ ചെയ്യുന്നതിന് ആർക്കും പ്രധാനം. ഇപ്പം നായർ
നായരുടെ ഒരു സംഘടന. ഈ നായർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാലും ആർക്കും വിഷമമില്ല. ഈഴവൻ്റേതായ സംഘടന SNDP, അവർ നാളെ ഒരു പാർട്ടി ഉണ്ടാക്കിയാലും ആർക്കും വിഷമമില്ല. ഈവൻ പിന്നോക്കക്കാർ ഒരു പാർട്ടി ഉണ്ടാക്കിയാലും അവർക്ക് വിഷമമില്ല. KPMS ഒരു പാർട്ടി ഉണ്ടാക്കി, അല്ലെങ്കിൽ KPS എന്നുള്ള സംഘടന ഉണ്ടാക്കി, ഇവിടെ ആർക്കും വിഷമമില്ല. പക്ഷേ ഇവരെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നാൽ ഇവിടെ ആൾക്ക് ദേഷ്യം വരും. അപ്പോൾ ഈ നായർ ഈഴവ ഐക്യം, നായർ മുതൽ നായാടി വരെ എന്നുള്ളത് പറയുമ്പോൾ തന്നെ അവിടെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ അതിനുള്ള ഐക്യത്തിന് മുൻകൈ എടുക്കുന്ന ആള് ആ തീർച്ചയായിട്ടും വെട്ടി നിരത്തപ്പെടും. ഇത് ഇന്നല്ല, 1950 മന്നത്ത് പത്മനാഭനും R. ശങ്കറും നടത്തി അവർ നാറിപ്പോയില്ലേ. അവർക്ക് പിന്നെ അതൊരു ദേവസ്വം ബോർഡ് രൂപീകരിക്കാൻ കഴിഞ്ഞു. ബാക്കി എല്ലാത്തിലും അവർ വളരെ വിഷമത്തിലായി. അവരെ ഇന്നത്തെ ബജ്രംഗ് ദളിനേക്കാൾ മോശമാക്കി ചിത്രീകരിച്ചു. അവസാനം മന്നത്ത് പത്മനാഭൻ പറഞ്ഞു, ഈ അളിഞ്ഞ രാഷ്ട്രീയത്തിന് ഞാൻ ഇല്ല, ഞാൻ രാഷ്ട്രീയം മതിയാക്കി. അദ്ദേഹം പിന്നെ മറ്റു പരിപാടികൾ, സാമൂഹിക സേവനവും മറ്റു പരിപാടികളിലേക്ക് അങ്ങ് പോയി. R. ശങ്കർ കോൺഗ്രസിൽ പോയി, അതിൽ പ്രവർത്തനവുമായിട്ട് അങ്ങനെയും പോയി. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇവിടെ ഒരു ഹിന്ദു ഐക്യത്തിന് എപ്പോൾ ശ്രമിച്ചിട്ടുണ്ടോ അവൻ്റെ കഴുത്ത് മുതൽ നഖം വരെ വെട്ടിയിരിക്കും. പല രീതിയിൽ ആക്രമണം. അതേസമയം നിങ്ങൾ നായരായിട്ട് കളിച്ചോ, ഈഴവനായിട്ട് കളിച്ചോ, പറയനായിട്ട് കളിച്ചോ, വെലയനായിട്ട് കളിച്ചോ, ആദിവാസിയായിട്ട് കളിച്ചോ, എങ്ങനെ വേണോ കളിച്ചോ. കാരണം ഇത് യൂണിറ്റി വരരുത്. അല്ലാതെ ഭിന്നിച്ച് നിങ്ങൾ എന്ത് വേണോ കാണിച്ചോ, അത് ഞങ്ങൾക്കെല്ലാം സമ്മതമാണ്. ഈ ഒരു സിദ്ധാന്തം കേരളത്തിൽ വളരെ നാളുകളായിട്ടുണ്ട്. ഈ സിദ്ധാന്തത്തിൻ്റെ പേരിൽ, യോജിപ്പിച്ചതിൻ്റെ പേരിൽ വെട്ടുകിട്ടിയ ആൾ 2 മഹാന്മാരാണ്, R. ശങ്കറും മന്നത്ത് പത്മനാഭനും. ഇപ്പോൾ അതാണോ ഇപ്പോൾ നടക്കുന്ന മറ്റൊരു? ഇന്നും ആ വെട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആര് നായർ മുതൽ നായാടി വരെ എന്ന് പറയുന്നോ അവന് വെട്ട് കിട്ടിയിരിക്കും. ആര് നായർ മുതൽ പിന്നെ നസ്രാണി വരെ എന്ന് പറയുന്നോ അവനും ചിലപ്പോൾ വെട്ട് കിട്ടും. ഇത് കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഈ സാഹചര്യത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഭൂകമ്പങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ ചെറുക്കാൻ വേണ്ടിയാണോ? കാരണം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഈ ക്രിസ്ത്യൻ പ്രശ്നം എന്ന് പറയുമ്പോൾ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ സാഹചര്യം ഡിഫറൻ്റ് ആണെന്നേ. പക്ഷെ അവിടുത്തെ ആ വിഷയം ഇവിടെ പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഒരു പിന്നെ കരോളിൻ്റെ പ്രശ്നം എത്ര സ്ഥലത്ത് അലയടിച്ചു എന്ന് നോക്കി. ഒരിടത്ത് നടന്ന ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വാർഡിൽ 5 സ്ഥലത്ത് കരോൾ ഞാൻ കണ്ടു. മിനിമം ഞാൻ കണ്ടത് ഞാൻ പറയാണ്. അപ്പോൾ 23,650 വാർഡുകളിൽ എത്ര കരോൾ നടന്നു കാണും? 1,00,000-ലധികം വന്ന് കാണും അല്ലേ? ഇനി വേണ്ട, അതിൻ്റെ പകുതി കൂട്ടിയാൽ മതി. പകുതി 50,000. 50,000-ൽ ഒരിടത്ത് ഒരു കരോളിനെതിരെ ആക്രമണം വന്നപ്പം ഇവിടുത്തെ TVയും മാധ്യമങ്ങളും മുഴുവൻ അടിച്ചു കീറിയില്ലേ? ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം. അവിടെ എത്രയോ സ്ഥലത്ത് കരോളുകൾ നടന്നു കാണും. ഡൽഹിയിലൊക്കെ ഒരു സ്ട്രീറ്റ് മുഴുവൻ ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് അങ്ങ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അവിടെ അങ്ങ് ഒരു പ്രശ്നം ഉണ്ടായില്ല. എവിടെയൊക്കെയോ നടന്ന കരോളിനെ സംബന്ധിച്ച പ്രശ്നം. ഇതിന് പ്രശ്നം വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിയുടെ രീതി അല്ല അവിടുത്തെ ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ഇവിടുത്തെ ബിഷപ്പുമാർക്ക് അറിയാം, മറ്റുള്ളവർക്ക് അറിയാം. പക്ഷേ സാധാരണ ജനത്തിനും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരറിഞ്ഞില്ല എന്നടിക്കും. അവർ അഗ്രസീവായിട്ട് നിൽക്കുന്ന ഒരു ശൈലിയുണ്ട്. അവിടുത്തെ പിന്നെ ഹിന്ദുക്കളും ഇതുപോലല്ല. ബജരംഗങ്ങളിലേക്ക് ഒരു വിഭാഗം, അതാണ് രാജീവ് ചന്ദ്രശേഖരൻ ചില ഭ്രാന്തന്മാർ അവിടെയും കാണുമെന്ന് പറഞ്ഞത്. അവരൊരു വിഭാഗം ഇതേ അഗ്രസീവ്നെസ് കാണിക്കും. പക്ഷേ ഇവിടുത്തെ വിഷയവും അവിടുത്തെ വിഷയവും രണ്ട് തന്നെയാണ്. പക്ഷേ കണ്ടില്ലെങ്കിൽ അതൊരു പിന്നെ നമുക്കും തല്ലിച്ചാവാനേ, തലതല്ലി കീറാനേ സമയം കിട്ടുള്ളൂ. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു BJPയുടെ നേതൃത്വം അല്ലെങ്കിൽ അധികാരികൾ അവിടെയുള്ള ആ വിഷയങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുമെന്ന് നമുക്ക് കരുതാം. കാരണം അത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു ജാതിയും ഒരു മതവും ആക്രമണത്തിന് വിധേയമാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അതൊരു ആയുധമാകുന്നു. അപ്പോൾ അതൊരു അപകടകാരിയായ ആയുധമാണ്. കേരളത്തിൽ അത് ഒരു കാരണവശാലും പ്രയോഗിക്കരുത്. ഇവിടെ ഇങ്ങനെ ഒരു സിദ്ധാന്തമുണ്ട്. ഇവിടെ NSS ആവാം, NDP ആവാം, പറഞ്ഞു SRP ആവാം, SNDP ആവാം. പക്ഷേ എല്ലാം കൂടെ ചേർന്ന് ഒറ്റ സാധനം ആയിക്കൂടാ. അതിനെ പലരും ആരൊക്കെയോ ഭയക്കുന്നു, ആരൊക്കെയോ അതിനെ വെറുക്കുന്നു, ആരൊക്കെയോ അതിനെ വെറുപ്പിക്കുന്നു, നാട് മുഴുവൻ നാറ്റിക്കുന്നു, പ്രശ്നമാക്കുന്നു. ഇത് ഹിന്ദു സംഘടനകൾ മനസ്സിലാക്കണം, ക്രിസ്ത്യൻ സംഘടനകൾ മനസ്സിലാക്കണം. എങ്കിൽ ഫ്രിക്ഷൻ കുറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും. ഈ 34 മണ്ഡലം ഇപ്പോൾ വളരെ പ്രധാനമാണ്. ഇത് ആര് ഭരണത്തിലെത്താൻ പോകുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, 60-80 നിൽക്കുകയാണ് ഇപ്പം. ശരിക്കും പറഞ്ഞാൽ അതാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത്, ഞങ്ങൾക്ക് 60 പിടിക്കാൻ അറിയാം, ബാക്കി കൊണ്ട് 10 എണ്ണം ബാക്കി പിന്നെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അത് വളരെ നിർണായകമാണ്. ഈ 60-80 എന്ന് പറയുന്നത് CPMൻ്റെ പ്രചരണവും പരിപാടികളും ഒക്കെ ആയിട്ട് പോകുമ്പം എന്ത് ഭൂകമ്പം ഉണ്ടാക്കിയാലും എങ്ങനെ മാറ്റിമറിക്കാം എന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അവസാനത്തെ പോളിംഗിൽ കയറുന്നതിന് മുമ്പ് വരെ ഉണ്ടാകുന്നൊരു സംഭവം പോലും റിഫ്ലക്റ്റ് ചെയ്യാം, അത് പറയാൻ പറ്റില്ല. പക്ഷേ
ഈ കണക്ക് നിർണായകമാണ്. 34 സീറ്റിൽ നടക്കുന്ന ത്രികോണത്തിൻ്റെ അനന്തരഫലങ്ങൾ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും വളരെ നിർണായകമാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തെ അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച അത് സാമുദായിക ഐക്യത്തിൻ്റെ കാര്യമാണെങ്കിൽ തന്നെയും രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെയും ഏറെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച തന്നെയാണ് എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഐക്യത്തെ തകർക്കുവാൻ കുതന്ത്രങ്ങൾ മെനയുന്ന ഒരു വശത്ത് നിൽക്കുമ്പോൾ ആ കുതന്ത്രങ്ങളെ ഏത് അസ്ത്രം ഉപയോഗിച്ച് തകർക്കാം എന്ന് മറുവശത്ത് നിൽക്കുന്നവർക്ക് ആലോചിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഘട്ടത്തിലൂടെ കേരള രാഷ്ട്രീയം കടന്നു പോകുന്നു എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആശങ്കാജനകമായ കുതന്ത്രങ്ങൾ മെനയുന്നവരുടെ കൈകളിലേക്ക് കേരള രാഷ്ട്രീയം അമ്മാനമാടാൻ വിട്ടുകൊടുക്കരുത് കേരള ജനത എന്നുകൂടി നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഐക്യം നല്ലതാണ്, വിഘടിച്ച് നിന്നാൽ തകർന്നു പോകുന്ന നമ്മൾ അതാണ് നമ്മൾ ഓർക്കേണ്ടത്, കരുതി വയ്ക്കേണ്ടത്, കരുതലോടെ മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ എപ്പോഴും മനസ്സിൽ കരുതേണ്ടതും മറക്കാൻ പാടില്ലാത്തതും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.